ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ: മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്, മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം, മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ: മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്, മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം, മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത്: സുബിൻ അമ്പിത്തറയിൽ കാവ്യസമാഹാരം ഉച്ചാന്തല മേലെ. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിൽ കാവ്യസമാഹാരം ഉച്ചാന്തല മേലെ. പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ 2024 പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് രാഘവൻ. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയത് MGS നാരായണൻ. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. പ്രൊഫസർ NB മന്മഥൻ പുരസ്കാരം 2024 നേടിയത് T പത്മനാഭൻ. പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു. പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു. മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമലയൻ എന്ന കൃതി ആരുടേതാണ്? MV ജനാർദ്ദനൻ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമലയൻ എന്ന കൃതി ആരുടേതാണ്? MV ജനാർദ്ദനൻ. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം R രാമചന്ദ്രൻ നായർ. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണി, കൃതി ഹൈന്ദവം. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണി, കൃതി ഹൈന്ദവം. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി പ്രതിഭ റായി. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ദുർഗാ പ്രസാദ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ദുർഗാ പ്രസാദ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. കമുകറ ഫൗണ്ടേഷന്റെ കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടി ഷീല. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടി ഷീല. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് S സോമനാഥൻ, ISRO ചെയർമാൻ. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് S സോമനാഥൻ, ISRO ചെയർമാൻ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ V നാരായണനാണ് കേട്ടോ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ V നാരായണൻ.
പശ്ചിമ ബംഗാൾ ഗവർണൻസ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ. പശ്ചിമ ബംഗാൾ ഗവർണൻസ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രേസി. കൃതി പെൺകുട്ടിയും കൂട്ടരും. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രേസി. കൃതി പെൺകുട്ടിയും കൂട്ടരും. ബാലസാഹിത്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓർമ്മ കിട്ടും, പെൺകുട്ടിയും കൂട്ടരും ആയിരിക്കും കൃതിയെന്ന്. ഓക്കെ, ബാലസാഹിത്യം അവാർഡ് നേടിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി പെൺകുട്ടിയും കൂട്ടരും. അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച ചിത്രം കാതൽ ദി കോർ. മികച്ച നടൻ പൃഥ്വിരാജ്. മികച്ച നടി ഉർവശി ബീന ആർ ചന്ദ്രൻ. മികച്ച സംവിധായകൻ ബ്ലസ്സി. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. മികച്ച സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രൻ. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. മികച്ച തിരക്കഥ ആടുജീവിതം. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ. മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ. മികച്ച പിന്നണി ഗായിക ആൻ ആമി. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ശരത് മോഹൻ. മികച്ച ബാലതാരം ആൺ അവ്യുക് മേനോൻ. മികച്ച ബാലതാരം പെൺ തെന്നൽ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. സ്ത്രീ ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരാമർശം ശാലിനി ഉഷാദേവി. ഒന്നുകൂടി വായിക്കാം. 54-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച ചിത്രം കാതൽ ദി കോർ. മികച്ച നടൻ പൃഥ്വിരാജ്. മികച്ച നടി ഉർവശി ബീന ആർ ചന്ദ്രൻ, 2 പേരുണ്ട്. മികച്ച സംവിധായകൻ ബ്ലസ്സി. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. മികച്ച സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രൻ. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. മികച്ച തിരക്കഥ ആടുജീവിതം. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ. മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ. മികച്ച പിന്നണി ഗായിക ആൻ ആമി. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ശരത് മോഹൻ. മികച്ച ബാലതാരം അവ്യുക് മേനോൻ. മികച്ച ബാലതാരം പെൺ തെന്നൽ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. സ്ത്രീ ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരാമർശം ശാലിനി ഉഷാദേവി. അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കറിൻ്റെ ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കറിൻ്റെ ആത്മകഥ ന്യൂസ് റൂം, ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ. പി കേശവദേവ് ട്രസ്റ്റിൻ്റെ 20-ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. പി കേശവദേവ് ട്രസ്റ്റിൻ്റെ 20-ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം നോവൽ അൽഗോരിതങ്ങളുടെ നാട്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം നോവൽ അൽഗോരിതങ്ങളുടെ നാട്. ഇത് ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ ഉണ്ട്. ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികളെ ഉണ്ണി എന്നല്ലേ വിളിക്കുന്നത്. ഉണ്ണി മുതിർന്നവരെ വിളിക്കുമായിരിക്കും, എന്നാലും കൂടുതലും കൊച്ചു കുട്ടികളെ ഉണ്ണി എന്നുള്ള പേര് വിട്ട് വിളിക്കുന്നത്. അപ്പം 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം. ഓക്കെ, അതങ്ങനെ ഓർത്ത് വയ്ക്കുക. തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ MN കാരശ്ശേരി. തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ MN കാരശ്ശേരി. ബഷീർ അമ്മ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി KA ബീന.
ബഷീർ അമ്മ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി KA ബീന. നാടകകൃത്തും നോബൽ സമ്മാന ജേതാവുമായ ഹറോൾഡ് പിന്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിന്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയി. നാടകകൃത്തും നോബൽ സമ്മാന ജേതാവുമായ ഹറോൾഡ് പിന്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിന്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയി. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണൻ തിരഞ്ഞെടുത്ത കവിതകൾ. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണൻ കൃതി തിരഞ്ഞെടുത്ത കവിതകൾ. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഹരിദാസ് സാവിത്രി നോവൽ സിന്ന്. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഹരിദാസ് സാവിത്രി നോവൽ സിൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്